വീക്ഷണം പത്രത്തിന്റെ ചുമതലയുള്ള ശ്രീ ജേസൺ ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേസൺ ജോസഫ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് എങ്ങനെയാണ് വീക്ഷണം പത്രത്തിൽ, പാർട്ടി മുഖപത്രത്തിൽ ഒരു മുഖപ്രസംഗം വരിക? കാരണം പാർട്ടിയിൽ സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്ന ഈ സമയത്താണ് ഈ പിന്തുണ. അതിൻ്റെ അകത്തൊരു ജാഗ്രത ഉണ്ടായെന്നുള്ളത് സത്യമാണ്. ഒരു പാർട്ടി ലൈൻ അതല്ല. പാർട്ടി സസ്പെൻഷൻ ചെയ്യപ്പെട്ട ഒരാൾ, അയാളെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ ഒരു ജാഗ്രത ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ശ്രീ ജേസൺ, അത് ജാഗ്രത കുറവ് എന്ന് പറയുമ്പോൾ മുഖപ്രസംഗം എഴുതുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്ത് ഇപ്പോൾ പാർട്ടിയിലില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിലാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ടല്ലോ. അതെ, അത് ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. എന്തായാലും അന്ന സ്ഥിതി പിന്നെ ഞാൻ അത് ന്യായീകരിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ജാഗ്രത സംഭവിച്ചിട്ടുണ്ട്. അത് ഗൗരവമായിട്ട് എടുക്കും. നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ആരാണ് എഴുതിയെന്ന് ഇപ്പോൾ പറയാമോ? അതൊരു ഇന്റേണൽ കാര്യമില്ല. ഒരു മാധ്യമ രംഗത്തുള്ള താങ്കളെ പോലുള്ള അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അത് തീർച്ചയായിട്ടും ഇന്റേണൽ ആയ പാർട്ടി എടുത്ത നിലപാടിന് വിരുദ്ധമായി അങ്ങ് പറയുന്ന പ്രകാരമാണെങ്കിൽ വീക്ഷണത്തിന്റെ നിലപാടിനും വിരുദ്ധമായിട്ടായിരിക്കും ആണല്ലോ ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അകത്തുള്ള പകുതി കാര്യങ്ങൾ അങ്ങനെ ഒരു വിശദീകരണത്തെ കാര്യമില്ല. CPM-മായിട്ടുള്ള രാഷ്ട്രീയം അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ, പക്ഷെ അതിപ്പോൾ അത് പറഞ്ഞ് പാർട്ടിയുടെ ലൈനിന് വിരുദ്ധമായി പോകുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. വീക്ഷണത്തിന് പൊതുവെ നിലപാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്ത തെറ്റാണെന്നും അദ്ദേഹം പാർട്ടിയിലില്ല എന്നും ആണ്. അതല്ല, അദ്ദേഹത്തിന് എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപത്തെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത്. അപവാദമാണെന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ജാഗ്രത സംഭവിച്ചിട്ടുണ്ട്. ഗൗരവമായിട്ട് എടുക്കും. ശരി, വളരെ നന്ദി ജേസൺ ജോസഫ് പ്രതികരിച്ചതിന്. ജാഗ്രത കുറവുണ്ടായി, അതായത് വീക്ഷണത്തിലെ മുഖപ്രസംഗം പിഴവാണ് എന്ന് സമ്മതിക്കുകയാണ് വീക്ഷണത്തിന് ചുമതലയുള്ള ശ്രീ ജേസൺ ജോസഫ്.